പ്രൈസ് ദി ലോർഡ്. വഴിപാട് കഴിക്കുക. വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തിനാണ് വഴിപാട് കഴിക്കുന്നത്? എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ എൻ്റെ പിതാക്കന്മാർ വഴിപാട് കഴിക്കുവാനായിട്ട് ഒത്തിരി ധാരാളമായിട്ട് പോകുന്നതും ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് മനുഷ്യന് വഴിപാട് കഴിക്കുവാൻ നേരമില്ല, മനസ്സില്ല. വഴിപാട് കഴിക്കണമെങ്കിൽ മനസ്സ് വേണം. മനസ്സ് വേണമെന്ന് മാത്രമല്ല, ഒരു ശുദ്ധന് മാത്രമേ വഴിപാട് കഴിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു അശുദ്ധനായിരിക്കുന്ന ഒരു കുഷ്ഠരോഗി വന്നിടുകയാണ്, നീ എന്നെ ശുദ്ധനാക്കുക, നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുഷ്ഠരോഗം അശുദ്ധിയാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ശരീരമെല്ലാം ചീഞ്ഞ് നാറി, തലയിലില്ല, കണ്ണ് ചിലപ്പോൾ ഉണ്ടാകില്ല, ചെവി ഉണ്ടാകത്തില്ല, ഓരോ അവയവങ്ങളും നഷ്ടപ്പെട്ട് മനുഷ്യൻ തന്നെ തൊടാൻ ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനാണ് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാകും. അപ്പോൾ ആ രോഗം അവന് അശുദ്ധിയാണെങ്കിൽ, അശുദ്ധിയും വിശുദ്ധിയും പരിശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അശുദ്ധനായിരിക്കുന്നവൻ ശുദ്ധനാകണമെങ്കിൽ യേശുക്രിസ്തു തൊടണം. യേശുക്രിസ്തു നിന്നെ തൊടുട്ടോ. യേശുക്രിസ്തു നിന്നെ തൊട്ടാൽ നീ ശുദ്ധനാവും. യേശു എപ്പോൾ തൊടുമെന്ന് പറയാൻ കഴിയത്തില്ല. നിൻ്റെ കഷ്ടയുടെ നടുവിൽ, നിൻ്റെ വേദനയുടെ നടുവിൽ, നിൻ്റെ സാമ്പത്തികമായ ഞെരുക്കത്തിൻ്റെ നടുവിൽ നീ ഒത്തിരി കഷ്ടത അനുഭവിക്കുന്നുവെങ്കിൽ നീ ഒരു അശുദ്ധനാണ്. ആ അശുദ്ധത യേശുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നിൻ്റെ സാമ്പത്തിക പ്രശ്നമായാലും നിൻ്റെ പണത്തിൻ്റെ പ്രശ്നമായാലും നീ അത് ഏൽപ്പിച്ചു കൊടുത്താൽ യേശു നിന്നെ തൊടും. യേശു നിന്നെ തൊട്ടാൽ നിനക്കതൊരനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ യേശു തൊട്ടപ്പോഴല്ലേ അനുഗ്രഹം. കുഷ്ഠരോഗിയോട് പറഞ്ഞത് എന്താ? എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകാം. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകാം. മനസ്സല്ലേ നല്ലത്. നല്ല മനസ്സ് ഉണ്ടാകണമെങ്കിൽ യേശുവിൻ്റെ രക്തം കൊണ്ട് ശുദ്ധീകരണം പ്രാപിക്കണം. യേശു തൊട്ടാൽ അവന് മനസ്സുണ്ടാവും. അവൻ വഴിപാട് കഴിക്കും. വഴിപാട് കഴിക്കണമെങ്കിൽ ശുദ്ധനായിത്തന്നെ. ശുദ്ധന് മാത്രമേ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുവാനും പരിശുദ്ധൻ 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 24 മണിക്കൂർ പറഞ്ഞുകൊണ്ടിരുന്ന മൂപ്പന്മാർ അവർ ശുദ്ധിയുള്ളവരായിരുന്നു, അവർ വിശുദ്ധന്മാരായിരുന്നു, അവർ പരിശുദ്ധന്മാരായിരുന്നു. ആയതിനാൽ ആ പരിശുദ്ധിയിലേക്ക് നിങ്ങൾ വഴി നടത്തട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കും. ദൈവാനുഗ്രഹിക്കും.